ദിവസം നമുക്കറിയാം ഇനി അധികം നാളുകളില്ല അല്ലെ. നമ്മളൊരു പുതുവത്സരത്തെ വരവേൽക്കുകയാണ്. വിഷു വരാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ വരുന്നുണ്ട്. ഈ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഘോഷങ്ങളുടെ മാസമാണ്. നമ്മുടെ ആഘോഷം മാർച്ചില് ഏകദേശം ഒരു കലാശക്കൊട്ടിലൂടെ തീർന്നു എന്ന് പറയാൻ പറ്റില്ല. തുടങ്ങിയിട്ടുള്ളൂ അല്ലെ. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങൾക്കുള്ള തിരി നമ്മൾ കൊളുത്തിയിട്ടുള്ളൂ. അപ്പോ ആ തിരി കൊളുത്തി ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നതും അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നത് ആരുടെയെങ്കിലും ഒരു നിർബന്ധ പ്രകാരമാണ് അല്ലെ. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആൾക്കാരുടെ അളവ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ വളരെ കുറവാണ്. അപ്പോ നമ്മൾ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇൻസ്പയർ ചെയ്ത ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഫാക്ടർ ഈ ബിസിനസിന്റെ തുടക്കം തൊട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ലക്ഷ്യം വെക്കുന്നത് അവിടെ വരെ എത്തുന്നത് വരെ ആ ഫാക്ടറിനെ നമ്മൾ വിടാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വേണം? ഒന്ന് ഓർമ്മിപ്പിക്കണം. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. അതായത് എന്തിന് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, ആർക്ക് വേണ്ടിയിട്ട് വന്നു, എന്ത് നേടാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത സമയം തൊട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നത് വരെ നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ ഓർത്ത് 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 അതിനെ ആ ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ പ്രസന്റേഷനിലൂടെയാണ്. ഞാൻ ആ പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. സോ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനോട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യണം ദിവാകരൻ സാറേ. എന്നാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? ആ ലക്ഷ്യത്തിലേക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഇനി എന്താണെന്നുള്ളത് ശരിയായ രീതിയിൽ കാണാൻ പോകുന്നത്. അതിൽ റിമെയിൻ ഫോക്കസ്ഡ് ഓൺ യുവർ വൈ. നമ്മുടെ വൈ, നമ്മൾ ഈ ബിസിനസ്സിൽ വരാനുണ്ടായ കാരണം എന്താണോ ആ കാരണത്തെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. ഞാൻ പറയുന്നതല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു മേഖലയിൽ ഒരുപാട് കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തികൾ പറയുന്ന കാര്യമാണിത്. റിമെയിൻ ഫോക്കസ്ഡ് ഓൺ യുവർ വൈ. എന്തിനു വന്നു? ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശല്യം, ആ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ എടുത്ത് വന്ന ഒരാളായിരിക്കാം. ചിലപ്പോ ഉൽപ്പന്നം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് വന്ന ആളായിരിക്കാം. ചിലപ്പോ ഒരു സദസ്സിൽ ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു മാറ്റം, ജനങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച ആളായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനെ പറയുന്ന കാര്യമാണ് ഒരു ഒരു ഈവന്റ് അല്ലെ. ഒരു ഈവന്റ്, എന്തെങ്കിലും ഒരു ഈവന്റ് ഉണ്ടായിരിക്കും നമുക്ക് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേപോലെ തന്നെ ആ ഈവന്റ് ഇതിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു വഴി ഉണ്ടായിരിക്കും. ചില ആൾക്കാർ ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് അവരുടെ ജോലിയെക്കാളും എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഇതിൽ കിട്ടണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കും. ചിലവർ വരുന്നുണ്ടാവുക നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് ആരോഗ്യത്തിന് വേണ്ടി വരുന്നവരുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കാം. ചിലർക്ക് ഇതൊന്നും വേണ്ട. അവരെ സംബന്ധിച്ച് എന്ത് മതി? റെക്കഗ്നീഷൻ, അംഗീകാരങ്ങൾ. അവർക്ക് സാമ്പത്തികമുണ്ട്, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അവർക്ക് എവിടെ അംഗീകാരമില്ല. ചില ആൾക്കാർക്ക് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ കണ്ടുമുട്ടാൻ ഇഷ്ടമാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അറിവുകൾ നേടുക, പുതിയ പുതിയ മേഖലയെ പറ്റിയിട്ട് അറിവ് നേടാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ വഴിയുണ്ട്. ഇതിലും പറയുന്നത് അതാണ്, വെൻ യു സ്റ്റാർട്ടഡ് യുവർ ബിസിനസ്, വാട്ട് വാസ് യുവർ വൈ? വാസ് ഇറ്റ് ടു? നിങ്ങൾ ഓരോരുത്തരും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എനിക്ക് സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു വഴിയുണ്ട്. ആ വഴി തന്നെയാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ വഴി എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കാരണം കുറച്ച് നാൾ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എത്ര സ്ട്രോങ് ഒരു വഴിയുള്ള ഒരാളാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഒരുപാട് തരത്തിലുള്ള എനർജി ഫേസുകളിലൂടെ കടന്നു പോകും. എനർജി ഫേസുകൾ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം, ന്യൂട്രലും ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മൾ വന്നു നല്ലൊരു ആഗ്രഹത്തോട് തീവ്രമായ ഒരു വഴിയിലൂടെ നമ്മൾ വരുമ്പോൾ നമ്മളെ പിന്നിലോട്ട് വലിക്കാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. പലപ്പോഴും നമ്മൾ ഒരാളോട് RCMനെ പറ്റി പറയുമ്പോൾ അവര് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യമാണ്, ആ നീയും ഇതിലേക്ക് വന്നൂലേ,
ഇപ്പൊ ഇതാ പരിപാടിയിലെ നീയും പെട്ടൂലേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും കേട്ട കാര്യമാണ്. അതിൽ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത്, ഇന്നലെ ഞാൻ പുത്തൂര് ക്ലാസ് എടുത്തപ്പോൾ ഹരികൃഷ്ണൻ സാർ അത് ശരിയായ ഒരു എക്സ്പ്രഷനിലൂടെ കാണിച്ചു തന്നു. ഇപ്പൊ ഇതൊക്കെ പരിപാടിയിലെ എന്നുള്ളത് ആൾക്കാർ ചോദിക്കുന്നത് ഒരു പരിഹാസത്തോട് കൂടിയിട്ട്. അപ്പോ ഇത്തരം പരിഹാസങ്ങൾ ഒരു പരിധിക്ക് അപ്പുറമാവുമ്പോൾ നമ്മുടെ വഴിയിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകും. കാരണം എവിടെ ചെന്നാലും ആൾക്കാർ ഇത് തന്നെ ചോദിക്കുന്നു. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്, ഒരു മെസ്സേജ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടാണ് അച്ചീവ്മെന്റിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എത്ര കാലം ഉണ്ടാവുമാവോ, ഒരുപാട് കമ്പനികൾ ഇതുപോലെ ഒരുപാട് പ്രഹസനങ്ങൾ നടത്തിയതാണ്, ഇതുവരെ നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വൈനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എന്താ, ബിൽഡിംഗ് യുവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഈസ് ഗോയിങ് ടു ബി വെരി പേഴ്സണൽ ആൻഡ് ആൻ ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ ജേർണി. നിങ്ങളെ സംബന്ധിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നിങ്ങളുടെ ഈ ബിസിനസ് പടുത്തുയർത്തുക എന്ന് പറയുന്നത് വ്യക്തിപരവും വളരെ ഇമോഷണൽ വൈകാരികവുമായിട്ടുള്ള ഒരു യാത്രയാവും. അതിനെ നേരിടാനും നിങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചു വരാനും, ഓരോ വട്ടം നിങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുമുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിന് സഹായിക്കുന്ന ഒന്നാണ് ഡെയിലി വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഡെയിലി വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും ഓരോ ദിവസം രാത്രി കിടക്കുമ്പോഴും നിങ്ങൾ എവിടെയാണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുക. അത് നിങ്ങളുടെ കണ്ണടച്ചുകൊണ്ട് കാണാൻ പറ്റണം. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന ഒരു വേദിയിൽ സംസാരിക്കാനാണ് റീന സജീവൻ മാഡത്തിന് താല്പര്യമെങ്കിൽ മാഡം എന്ത് ചെയ്യണം? രാത്രി കിടക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന ഒരു വേദി, രാജഗിരി പോലത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന ഒരു വേദിയിൽ മാഡത്തിനെ വളരെ ഭംഗിയായിട്ട് ഒരു MC എഡിഫൈ ചെയ്ത് മാഡം രണ്ട് കൈകളും വേവ് ചെയ്തുകൊണ്ട് സ്റ്റേജിലേക്ക് കടന്നു വന്ന് അവിടെ മാഡത്തിന് ഒരു പൂച്ചെണ്ട് തന്ന് സ്വീകരിച്ച് അവിടെ നിന്നുകൊണ്ട് ഇവർ അഭിസംബോധന ചെയ്യുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് ടോണിൽ സംസാരിക്കണം എന്നുള്ളത് മാഡത്തിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ ഓരോ ദിവസവും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ അത് സഹായിക്കും. അതാണ് വിഷ്വലൈസേഷന്റെ പവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണ്, നമുക്കിപ്പോ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നത്, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് തോന്നുന്ന നിമിഷം തന്നെ നമ്മുടെ തലച്ചോറിൽ ഒരു വിഷ്വലൈസേഷൻ വരും അല്ലെ. നല്ലൊരു ഐസ്ക്രീമിന്റെയോ നല്ലൊരു ബിരിയാണിയുടെയോ നല്ലൊരു എന്താണെങ്കിലും അതിന്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും. വൺസ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും വാങ്ങുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ വരില്ല. ആ വിഷ്വലൈസേഷൻ അത്രത്തോളം പവർ ഉണ്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ രാവിലത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ RCM ബിസിനസിനെ സംബന്ധിച്ചുള്ള ഡെയിലി റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ആക്ഷനെ ഫ്യൂവൽ ചെയ്യാൻ അതിന് വേണ്ട ഇന്ധനമാണ് നിങ്ങളുടെ ഡെയിലി വിഷ്വലൈസേഷൻ. അതുകൊണ്ടാണ് ചില വ്യക്തികൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, യോഗ ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് വിഷ്വലൈസേഷൻ. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും സമാധാനം തരുന്ന, ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഡ്രൈവ് ചെയ്യാണ്. സോ രാവിലെ എണീക്കുമ്പോൾ ആ ടൈമിൽ നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് കിടക്കയിൽ നിന്ന് എണീക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കിടക്കയിൽ നിന്ന് എണീറ്റ് എത്തരത്തില് ചെരുപ്പില് നല്ല എന്താ പറയുക പഞ്ഞിക്കെട്ട് പോലത്തെ ചെരുപ്പിൽ കാല് വെച്ചുകൊണ്ട് ഒരു വാർഡ്രോബ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോഡ് കണക്കിന് കോട്ടുകൾ ഇങ്ങനെ ഒരു വാർഡ്രോബിൽ ഇങ്ങനെ അണിഞ്ഞിരുന്നിരിക്കുന്നുണ്ട്. അതിൽ ഇഷ്ടമുള്ള കോട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ഇന്നത്തെ ദിവസം തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. നാളെ നിങ്ങൾ ഈ വീട്ടിലല്ല വേറൊരു വീട്ടിലാണ്, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട് നിങ്ങളുടെ ഡിസൈൻ പ്രകാരം, നിങ്ങളുടെ ഫണ്ട് പ്രകാരം, നിങ്ങളുടെ ബഡ്ജറ്റ് പ്രകാരം പണിത് ഒരു മനോഹരമായ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ എണീക്കുന്നേ എന്നുള്ളൊരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാലേ ഈ പറഞ്ഞ ജേർണി സുഖകരമാവുള്ളൂ. ഞാൻ പറഞ്ഞു, വൈ എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് ആൾക്കാരുടെ ഈ കുത്തലും പരിഹാസങ്ങളും ഒക്കെ കഴിയുമ്പോൾ ഈ വൈന്റെ അപ്പുറത്ത് 2 A വരും. അതിനെ പറയുന്ന പേരാണ് വയ്യ. തുടക്കത്തിൽ വയ്യായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കുത്തി 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 തുടങ്ങുമ്പോൾ എന്താവും, ഈ വൈന്റെ അപ്പുറത്ത് ഒരു 4-5 A വന്നു കഴിഞ്ഞാൽ അത് വയ്യ എന്നായിട്ട് മാറും. ആ ഏനെ മാറ്റി നിർത്തി വൈനെ ശക്തിപ്പെടുത്താനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഡെയിലി വിഷ്വലൈസേഷൻ. ഒരു പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങളൊരു ഈവന്റ് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത മാസം 15-ാം തീയതി ഇന്ന് തൊട്ട് ആ ഈവന്റ് ഏത് രീതിയിൽ നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ഇപ്പൊ ഈ അടുത്ത് മനോഹരമായിട്ട് താരനിശ നടന്നു. താരനിശ അവിടെ നടക്കുന്നതിനേക്കാളും മുന്നേ ലീഡേഴ്സിന്റെ മനസ്സിൽ അത് ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ നടക്കണം, DJ എങ്ങനെ ഉണ്ടാവും, ഏത് ഏരിയയിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് അത് അത്രയും ഭംഗിയായിട്ട് നടന്നത് അല്ലെ. അപ്പൊ ഡെയിലി വിഷ്വലൈസേഷന് അപാര പവറാണ്.
നമ്മളത് തിരിച്ചറിയണമെങ്കിൽ നമ്മളും അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം. സ്പെൻഡ് എ ഫ്യൂ ക്വൈറ്റ് moments with yourself, with your eyes closed, and visualize yourself as having actually successfully achieved those goals. നിങ്ങൾ എന്ത് ഗോളുകളാണോ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തത് അത് അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ എന്ത് വേണം, ഡെയിലി ആക്ഷൻ ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഒന്ന് രാവിലെ എണീക്കുമ്പോഴും അതേപോലെ കിടക്കുമ്പോഴും. നമ്മളെപ്പോഴും പറയാറുണ്ട് നല്ല ചിന്തകളോടുകൂടി എണീക്കുക, നല്ല ചിന്തകളോടുകൂടി ഉറങ്ങുക എന്നുള്ളത്. അത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ് ഇന്ന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ അതേ വിഷ്വലൈസേഷനോട് കൂടി എണീക്കുക, കിടക്കുമ്പോൾ അതേ വിഷ്വലൈസേഷനോട് കൂടി കിടക്കുക. യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഇറ്റ് വിൽ ഡു മിറാക്കിൾസ് ഫോർ യു. ഓക്കെ, ഇനി യു ആർ ദ ആവറേജ് ഓഫ് ദ 5 people യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ വൈ എന്നുള്ളത് വയ്യാന്നാവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയുള്ളൂ. എന്താണ്? നമ്മളെ പോസിറ്റീവും സപ്പോർട്ടീവും ആയിട്ട് ആൾക്കാരുടെ ചുറ്റുവട്ടത്തിലേക്ക് മാറ്റുക. നമ്മുടെ സ്ഥാനം എന്നുള്ളത് സ്ഥിരമായിട്ട് പരിഹാസപാത്രമായിട്ട് മാറുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ആരുടെ അടുത്തേക്ക് മാറ്റണം? പോസിറ്റീവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? തള്ളി നീക്കണം. വേറെ ഒരു വഴിയില്ല അല്ലെ? നമ്മളോട് ഈ ബിസിനസ് പരമായിട്ട് ഇതിന്റെ വളർച്ചയെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവുകളെ കൂട്ടാനും നിങ്ങളുടെ അറിവുകളെ കൂട്ടാനും സംസാരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതുമായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് നമ്മളെ തന്നെ തള്ളിവിടണം. നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RCMന്റെ നല്ലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. നല്ലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് കൂട്ടം കൂടുന്നതോ അല്ലെങ്കിൽ കൂട്ടം ചേരുന്നതോ ജീവിതത്തിൽ എവിടെയും എത്താത്ത അമേരിക്ക ചെയ്തത് ശരിയായില്ല, ഇറാഖ് പാലസ്തീൻ യുദ്ധം ഒരുപാട് കൊല്ലം മുന്നേ തീരേണ്ടതായിരുന്നു എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഘോരഘോരമായിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് RCMന്റെ ഒരു ക്ലാസ് കേട്ട് പോകുന്നത്. ഇവര് ചെയ്യുന്ന ചർച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനമോ ഇല്ല. അവര് രാവിലെ തൊട്ട് തുടങ്ങിയാൽ രാത്രി വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ഭാഗമാവാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നില്ല. അപ്പൊ ഒരു RCM മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ കൂട്ടായ്മയിലേക്കാണ് പോകുന്നത്, പഴയ ശീലങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ RCM മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ബിസിനസ്സിന് യാതൊരു ഗുണം ഉണ്ടാവില്ല, നിങ്ങളുടെ വളർച്ചയ്ക്കും യാതൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം? നിങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സറൗണ്ട് ചെയ്യണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വന്നാൽ, ഞാൻ ഈ അടുത്തൊരു ഉദാഹരണം പറയാം. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു ട്രെയിനർ ഉണ്ട്. എനിക്ക് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഒരുപാട് ഫാമിലി ഇഷ്യൂസിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനർ പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ അടുത്ത് ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഒരു ഡയറ്റ് ഞാൻ ചോദിച്ചു, എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ തരാം, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇട്ട് ഒരാഴ്ചയായിട്ടും ഡയറ്റ് കണ്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു സാർ എനിക്ക് ഡയറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സോറി കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ നോ പ്രോബ്ലം, നിങ്ങൾ കംഫർട്ടബിൾ ആകുമ്പോൾ അയച്ചാൽ മതി. അല്ല അത് വേറൊന്നുമല്ല, വൈഫുമായിട്ട് പിരിയേണ്ട ഒരു അവസ്ഥ വന്നു, അപ്പോൾ ഇപ്പൊ അതിന്റെ ഡൈവോഴ്സ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ആയിക്കോട്ടെ അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം അടുത്തൊരു 15 മിനിറ്റ് ഇദ്ദേഹത്തിന്റെ കഥ പറയാണ്. ഏത് 1.5 ആഴ്ച മുന്നേ കണ്ടുമുട്ടിയ എന്നോട് അദ്ദേഹത്തിന്റെ ലൈഫിലെ കഥ മൊത്തം പറയാണ്. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒന്നുകിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് വേണം നമ്മളെ പ്രശ്നത്തെ പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ട് കൊല്ലങ്ങളായിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാള് നിങ്ങൾ ആ പ്രശ്നം പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരാളോട് വേണം നിങ്ങൾ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ വഴിപോക്കനോട് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല, നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും ശരിയായ ട്രാക്കിലല്ല പോകുന്നതെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുക, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് ഒരു സൊല്യൂഷൻ കിട്ടുക. ഈ 2 കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു പ്രോബ്ലത്തെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സൃഷ്ടിക്കുന്ന ഒരു മതിലുണ്ട്. ആ മതില് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സൗഹൃദ മതിൽ പോലെ പണിത് വെക്കാം താൽക്കാലികമായിട്ട് അല്ലെ. ആ സൗഹൃദ മതിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഴയ കൂട്ടുകെട്ടായിരിക്കാം, നിങ്ങളുടെ അയൽവക്കക്കാരായിരിക്കാം, നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് കൂടുന്ന ആൾക്കാരായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ സൗഹൃദ മതിലുകളാണ്. ഇവര് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് മാറാനൊന്നും പോകുന്നില്ല. യെസ് അവരുണ്ടാവും, അവർ ചില ആൾക്കാർ നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ഔട്ട് ചെയ്യാനും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ മാനസിക വളർച്ച, നിങ്ങളുടെ അറിവ് നേടേണ്ട ആ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്തിലേക്ക് ഇവരുടെ ആരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. അവരൊരു സൗഹൃദ മതിൽ പോലെ കുറച്ച് കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോവും. നമുക്ക് എന്താ വേണ്ടേ?
ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പണിതൊരു വൻമതില് പോലത്തെ ഒരു മതില് നമ്മുടെ ചുറ്റും പണിത് വെക്കണം, നമ്മുടെ ഒരു സംരക്ഷണ വലയം. അതിനെയാണ് എന്ത് പറയാ, പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് പീപ്പിൾ എന്ന് പറയുക. നമുക്ക് വേണ്ടത് അത്തരത്തിലെ പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് പീപ്പിൾ ആണ്. എന്ന് വെച്ച് നിങ്ങൾ എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നീ സൂപ്പർ ആട്ടാ, നീ അടിപൊളിയാട്ടാ, നീ മരണമാസാട്ടാ എന്ന് പറയുന്ന ആൾക്കാരല്ല വേണ്ടേ. നിങ്ങളുടെ കഴിവുകളും കഴിവില്ലായ്മേനെയും ഒരേ രീതിയിൽ പോളിഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾക്ക് വേണ്ടേ. അവരെ പറയുന്ന പേരാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ വട്ടവും ഓരോ ക്ലാസ്സുകളിലും ഓരോരുത്തരും എടുത്തു പറയുന്ന കാര്യം ഫോളോ യുവർ ലീഡർ എന്ന് പറയുന്നത്. എല്ലാവരും ലീഡറാക്കി എടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ആ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിങ്, ഗ്രോയിങ്, അപ്ലൈ. ആരാണോ ആ ഒരു മാനദണ്ഡം ഫുൾഫിൽ ആക്കുന്നത് അവരെ നിങ്ങൾ ലീഡർ ആക്കിയിട്ട് എടുക്കണം. കാരണം ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളോട് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതല്ല ലീഡർഷിപ്പ്. ഞാനിപ്പോ പോകുന്ന ജിമ്മില് അതിന്റെ ടീഷർട്ടിന്റെ പിന്നില് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇഫ് യു ഹേറ്റ് യുവർ ട്രെയിനർ. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറിനോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാള് ശരിയായ ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറിനോട് ഒരു വെറുപ്പും തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ജോലി ശരിക്കും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആ ജിമ്മിൽ ഒരു ട്രെയിനറാണ്, ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേട്ടാ എനിക്ക് 5 എടുക്കാൻ പറ്റില്ല. വേണ്ട മോനെ, നീ 5 എടുക്കണ്ട, നീ 2.5 എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത്. പക്ഷെ എന്റെ ആഗ്രഹം എന്താ, അവന് നല്ല മസിൽ ഉണ്ടാവണം, അവന് നല്ല ആരോഗ്യം ഉണ്ടാവണം. ഞാൻ പറയാം 5 പറ്റില്ല, നീ 10 എടുക്കണം എന്ന് പറയുന്നതാണ് ലീഡർഷിപ്പ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമോ നിങ്ങളോട് വിഷമോ നിങ്ങളോട് നീരസമോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജോലി ശരിയായിട്ടാണ് ചെയ്യുന്നത്. ഇൻ ലീഡർഷിപ്പ് യു ഡോണ്ട് ഡു വാട്ട് പീപ്പിൾ ലൈക്ക്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിനെ അല്ല ലീഡർഷിപ്പ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനെ ചെയ്യുന്നതല്ല ലീഡർഷിപ്പ്. എന്താ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായത് എന്തോ അത് ഒരു രീതിയിലുള്ള കാര്യങ്ങളും നോക്കാതെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും വരുത്താതെ ചെയ്ത് തീർക്കുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഡൂയിങ് ദ റൈറ്റ് തിങ്. സോ പോസിറ്റീവായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിങ്കിൾ ചെയ്യുക. അത്തരം ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക. ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത് അവിടേക്ക് പോവുക. എവിടെയാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അവിടേക്ക് പോവുക. എവിടെയാണോ നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് കിട്ടുന്നത് അവിടേക്ക് പോവുക. എൻ്റെ ഒരു ടെക്നിക്കൽ ലീഡർ ഉണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ആ പ്രശ്നത്തെ പറ്റി ആലോചിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസവും പോവും. മറ്റുള്ളവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അറിഞ്ഞോ അറിയാതെയോ വന്നു പോവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ RCMന്റെ ഒരു പിക്കപ്പ് സെന്ററിലേക്ക്, ഒരു വണ്ടർ വേൾഡ് ക്യൂക്കിലേക്ക് പോയി. അവിടെ കുറച്ച് വന്ന ആൾക്കാരോട് RCMനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ മൂഡ് ശരിയായി. മനസ്സിലാവുന്നുണ്ടോ? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ ആൻഡ് പോസിറ്റീവ് സർക്കംസ്റ്റൻസസ്. എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല, പക്ഷേ അങ്ങനെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കുറച്ചു നേരം ആ സാഹചര്യത്തിലേക്ക്, ആ വ്യക്തികളിലേക്ക് എത്തുന്ന സമയം വരെ നമ്മൾ ക്ഷമ പാലിക്കണം. വി ഹാവ് ടു കൺട്രോൾ അവർ സെൽഫ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് പീപ്പിൾ. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ ജീവിതത്തിന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. പല ആൾക്കാരുടെയും പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ തോന്നും RCMൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് പ്രശ്നം വരുന്നത്. ലോകത്തിൽ ഇതുവരെ അവർ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്നുള്ളത്. ഇതിനേക്കാളും വലിയ പ്രശ്നം പുറത്തുണ്ട്. പക്ഷെ ഇതിനെ വലിയ പ്രശ്നമാക്കി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തുണ്ടായി, എന്റെ പിന്നിൽ വേറെ ഒരുത്തം വന്ന് വണ്ടി ഇടിച്ചു. എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അവന്റെ നെഞ്ചത്തോട്ട് കയറ്റി കുറെ ചീത്തയും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യാം, മൊത്തത്തിൽ അങ്ങോട്ട് കൊളാക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ആരാണോ എന്നെ എന്റെ വണ്ടി ഓടിക്കുന്നത് അദ്ദേഹത്തിനോട് ചെന്ന് പറയാം, ചോദിക്കാം എന്താ സംഭവിച്ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാൻ പറയാം. കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, സംഭവിക്കും. അതാണ് റാഷണൽ തിങ്കിങ്. വണ്ടി ആവുമ്പോൾ തട്ടും മുട്ടും, ശരിയല്ലേ? ചിലപ്പോൾ പിന്നിൽ വന്നിരുന്നത് ഒരു ഓട്ടോ ആയിരിക്കും, ഭാഗ്യം ട്രക്കൊന്നും വന്നില്ലല്ലോ, ഭാഗ്യം ലോറിയൊന്നും വന്നില്ലല്ലോ, ഇപ്പൊ അവനൊരു ഇടി ഇടിച്ചു, ചിലപ്പോൾ ഒരു 20,000 രൂപ പോയി, നോ പ്രോബ്ലം. പക്ഷെ ഒരു ട്രക്ക് ആണെങ്കിലോ ചിലപ്പോൾ ജീവൻ തന്നെ പോയേനെ. അപ്പൊ ഈ സമയത്ത് റാഷണൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവിടെ വേണമെങ്കിൽ ആ 20,000 രൂപ എനിക്ക് RCMലൂടെ എക്സ്ട്രാ പണിയെടുത്താൽ കിട്ടും. ഒരു എക്സ്ട്രാ വർക്ക് ഞാൻ യൂഷ്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 5 മണിക്കൂറിനേക്കാളും ഒരു 2 മണിക്കൂർ കൂടുതൽ പണിയെടുത്ത് അത് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെ സംസാരിച്ച്
പ്രശ്നമാക്കി, ആകെ തർക്കമാക്കി. എന്റെ മാനസിക നിലയും തെറ്റി, അയാളുടെ മാനസിക നിലയും തെറ്റി. രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, വീണ്ടും അവര് നമ്മളെ കുറെ ചീത്ത പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ എന്തുണ്ടാവുന്നു? കോളമായിട്ട് ആ ദിവസം മാറും. എന്തിനാണോ ഞാൻ ഇറങ്ങി തിരിച്ചത് അത് നടക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, നമ്മുടെ വൈ സ്ട്രോങ് ആവണമെങ്കിൽ, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നല്ല പോസിറ്റീവായിട്ടും സപ്പോർട്ടീവായിട്ടുമുള്ള ആൾക്കാരെ നമ്മൾ സൃഷ്ടിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ വരാൻ ഇത്ര ഇഷ്ടം? കാരണം നമ്മുടെ വീട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് പോസിറ്റീവ് തരുന്ന ആൾക്കാരുണ്ട്. എല്ലാ വീടുകളും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഒരു വിദേശ രാജ്യത്തിൽ പോയി അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് ജോലിക്ക് പോയിട്ട് നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് അവിടെ പോസിറ്റീവും സപ്പോർട്ടീവും ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. ഇതേ കാര്യം തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഏതോ ഒരു മഹത് വ്യക്തി പറഞ്ഞത്, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. നിങ്ങൾ ആരുമായിട്ടാണോ, നിങ്ങൾ ഏത് 5 വ്യക്തികളായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ അതേ 5 വ്യക്തികളുടെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങളുടെ കൂട്ടുകെട്ടിൽ 5 പേരും വെള്ളമടിക്കുന്ന ആളാണെങ്കിൽ അവരുമായിട്ട് സ്ഥിരം പോയി കഴിഞ്ഞാൽ 6ാമത്തെ വെള്ളമടിക്കാരനായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ 5 പേരും, നിങ്ങളുടെ ടീമിലുള്ള 5 പേരും എന്താണ്, പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 6ാമത്തെ പുകവലിക്കാരനായിട്ട് മാറും. നിങ്ങളുടെ ടീമിൽ 5 പേരും ബിസിനസ് പരമായിട്ട് നല്ല സമ്പന്നരാണെങ്കിൽ 6ാമത്തെ നിങ്ങളും സമ്പന്നരായിട്ട് മാറും. ഇതാണ് ലോ ഓഫ് ആവറേജ് പറയുന്ന ഒരു കാര്യം. ഓക്കെ, സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടിങ് പീപ്പിൾ. അടുത്തതാണ് ബിൽഡിംഗ് എ വിന്നിംഗ് മൈൻഡ് സെറ്റ് ഫോർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വേഴ്സസ് എൻ എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ്. നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത് എന്താണ്? ഒരു വിന്നിംഗ് മൈൻഡ് സെറ്റ് ആണ്. എന്താണ് വിന്നിംഗ് മൈൻഡ് സെറ്റ്? നമ്മൾ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് വന്നേ എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. എന്തിനാണ് വന്നത്? ആ വന്ന കാര്യം പൂർത്തീകരിച്ചോ? ആ വന്ന ദൗത്യം നമ്മൾ നിറവേറ്റിയോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വേണ്ടത് വിന്നിംഗ് മൈൻഡ് സെറ്റ് ആണ്, എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് അല്ല. എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് എന്ന് എന്താ? നമുക്ക് ചെയ്യാതിരിക്കാൻ നമ്മളൊരു കാരണം കണ്ടുപിടിക്കും. വിന്നിംഗ് മൈൻഡ് സെറ്റ് എന്താ? നമ്മളത് ചെയ്തേ തീർക്കൂ എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നു. ഇപ്പൊ ഒരു ടാർഗറ്റ് വന്നു, സജീവ് സാറിന്റെ ഒരു സെഷൻ എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഒരു ടാർഗറ്റ് കമ്പനി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നമ്മളൊരു ടാർഗറ്റ് കൊടുത്തു, 25,000 PV ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർസിഎമ്മിൽ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്? ആർക്ക് വേണമെങ്കിലും പറഞ്ഞൂടെ? ആർക്ക് വേണമെങ്കിലും പറയാം അല്ലെ? 25,000 PV സാറേ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ നമ്മുടെ ആവശ്യമില്ല. അതിപ്പോ എന്താ പറയാ, ആർസിഎംകാരുടെ ആവശ്യമില്ല. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എന്തിനാ വന്നേ? വളരാൻ വേണ്ടിയിട്ട്. വളരണമെങ്കിൽ 25,000 PV ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക്, ഫാസ്റ്റ് ആയിട്ട് 25,000 PV ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവും. അപ്പോ അതിനെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മനോഭാവത്തെയാണ് എന്ത് പറയാ, നമ്മൾ വിന്നിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയാ. ചെറിയ ചെറിയ ടാർഗറ്റുകളെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയ വലിയ വിജയത്തിലേക്ക് എത്തുക. അപ്പൊ കിട്ടുന്ന ഓരോ ടാർഗറ്റുകളെയും യെസ് ഞാൻ ചെയ്യാൻ റെഡി ആണെന്ന് പറയുന്നതിനാണ് വിന്നിംഗ് മൈൻഡ് സെറ്റ്. പക്ഷെ അയ്യോ അത് എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, വീട്ടിലെ ആൾക്ക് വയ്യ, കുട്ടികൾക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ എന്താണ്? എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് ആണ്. നോക്കൂ, എനിക്കുള്ള അതേ സമയം തന്നെയാണ് അംബാനിക്കുള്ളത്. അംബാനിക്കുള്ള അതേ സമയം തന്നെയായിരുന്നു സ്റ്റീവ് ജോബ്സിനുള്ളത്. സ്റ്റീവ് ജോബ്സിനുണ്ടായിരുന്ന അതേ സമയം തന്നെയാണ് ആർക്കുള്ളത്? മാർക്ക് സക്കർബർഗിനുള്ളത്. ഇവരൊക്കെ സമ്പന്നരായെങ്കിൽ നമുക്കും സമ്പന്നരാവാം. കാരണം അവർക്ക് 24 മണിക്കൂറാണ്, നമുക്ക് 24 മണിക്കൂറാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, അവര് എക്സ്ക്യൂസ് പറയാൻ നിന്നില്ല, നമ്മൾ എക്സ്ക്യൂസ് അല്ലാതെ വേറൊന്നും പറയില്ല. ഇത്രേ വ്യത്യാസമുള്ളൂ, ഇത്രേ വ്യത്യാസമുള്ളൂ. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന് രാവിലെ ഇൻഫർമേഷൻ കിട്ടിയേ, സാറേ ഇന്ന് രാവിലെ പറഞ്ഞ എങ്ങനെ, പിന്നെ 4 ദിവസം മുന്നേ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് തകർത്തേനെ. എക്സ്ക്യൂസ് പറയുന്ന ആള് എന്നും പറയും, അന്നും പറയും, ഇന്നും പറയും, നാളെയും പറയും, മറ്റന്നാളും പറയും. അവനോട് 4 ദിവസം മുന്നേ പറഞ്ഞാലും അവ ഇതന്നെ പറയാൻ പോണുള്ളൂ. സാറേ 4 ദിവസം മുന്നേ ഒക്കെ പറഞ്ഞ എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാനാ? പക്ഷേ വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വിളി തുടങ്ങി ആരെങ്കിലും വീട്ടിൽ പോയിട്ട് അവൻ കൊണ്ടുവരും. ദാറ്റ് ഈസ് വിന്നിങ് മൈൻഡ് സെറ്റ്. ആ വിന്നിങ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത്. എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് മതിയെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകാം, നിങ്ങൾ ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു പോകാം. കാരണം അവിടെ എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് മതി. സാറേ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നല്ലേ എന്ന് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങളോടാന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളാണ് ഇവിടുത്തെ ബോസ്. നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ കഴിവുകേടാണ് അത് എടുത്തു കാണിക്കുന്നത്, നിങ്ങളുടെ പോരായ്മയാണ് അത് എടുത്ത് കാണിക്കുന്നത്. അത് പറയുന്നത് വേറെ ആരോടല്ല, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സ് കേൾക്കും. ഓരോ വട്ടവും എനിക്കിത് ചെയ്യാൻ പറ്റില്ല 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 എന്ന് പറയുമ്പോൾ അവസാനം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ആ നീ ഒരു കഴിവ് കെട്ടവനാ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു ഹാവ് എ വിന്നിംഗ് മൈൻഡ് സെറ്റ്. യു ഹാവ് ടു ഹാവ് എ വിന്നിംഗ് മൈൻഡ് സെറ്റ്. അത് ആർസിഎം എന്നുള്ളതല്ല,
നിങ്ങൾ RCM ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം RCM ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഏത് മേഖലയിലാണോ നിങ്ങൾ ഉള്ളത് അവിടെ നിങ്ങൾക്ക് വിന്നിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഇഞ്ച് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. ഒരു ഇഞ്ച് പോലും അനങ്ങില്ല. ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ്. എന്തിനാണോ വന്നേന്നുള്ള എന്റെ പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് ആ ലക്ഷ്യസ്ഥാനത്തെ ഡെയിലി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്ക് നിങ്ങൾക്ക് നടന്നു കയറാൻ പറ്റണം. അതിനാണ് വിന്നിങ് മൈൻഡ് സെറ്റ് എന്ന് പറയാ. എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യമുണ്ടോ? എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ എത്ര പേരുണ്ട്? അവരെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? യു ഹാവ് ടു ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ്. എനിക്ക് വിജയിക്കണം, എനിക്കേ വിജയിക്കാൻ പറ്റൂ എന്നൊരു മൈൻഡ് സെറ്റ്. ഇത് അസാധാരണമായിട്ടുള്ള ജോലിയോ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. അസാധാരണമാണെങ്കിൽ ഒരിക്കലും ഒരു കാർപ്പന്റർ മേഖലയിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് സ്റ്റാർ എമറാൾഡ് ആവാൻ സാധിക്കില്ലായിരുന്നു. അസാധാരണ ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരിക്കലും എയർഫോഴ്സ് നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഒരാൾക്ക് സ്റ്റാർ എമറാൾഡ് ആവാൻ സാധിക്കില്ലായിരുന്നു. അസാധാരണമായ ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിയുടെ ടെക്സ്റ്റൈൽ മാനേജറായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ന് കോടിപതി ആയിട്ടുള്ള മുകേഷ് കോട്ടേരിയായിട്ട് മാറാൻ സാധിക്കില്ലായിരുന്നു. അസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഒരു കേബിൾ TV ഓപ്പറേറ്ററായ ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ആൾക്കാരുടെ ഇന്റർവ്യൂ നടത്തില്ലായിരുന്നു ശ്രീ സുരേന്ദ്ര ഭട്ട് സാറ്. ഇത് അസാധാരണമായ കാര്യമല്ല. പക്ഷെ അസാധാരണമായ ഒരു പ്രവർത്തനം അതിന്റെ പിന്നിൽ വേണം. ആ പ്രവർത്തനത്തിന്റെ പേരാണ് വിന്നിങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. വിന്നിങ് മൈൻഡ് സെറ്റ്. ഈ അടുത്ത് സ്വരാജ് RCM വണ്ടർ വേൾഡ് ക്യുക്കില് നോബൽ സാർ നടത്തിയ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അന്ന് രാവിലെ ക്ലാസ്സിന് ഇറങ്ങിയ സമയത്ത് കളമശ്ശേരിയിൽ വെച്ച് യാദൃശികമായിട്ട് ഗോപകുമാർ സാറിനെ കണ്ടു. അപ്പൊ സാർ എന്താ ഇവിടെ ചോദിച്ചപ്പോ വല്ല പ്രോഗ്രാമിന് വന്നാണോ ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, അല്ല, ഞാൻ രണ്ടുപേരെ പേഴ്സണലി കാണാൻ വന്നതാണ് RCM പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ചോ, 3 ലക്ഷത്തിന് മുകളിൽ പ്രതിമാസ വരുമാനം മേടിക്കുന്ന റൂബി ഗോപകുമാർ സാറ് ഇന്നും പേഴ്സണൽ വിസിറ്റുകളും പേഴ്സണൽ കൺസൾട്ടേഷനും പേഴ്സണൽ ബിസിനസ് കോണ്ടാക്റ്റുകളും മെയിൻറ്റെയിൻ ചെയ്യാനും കാണാനും വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളം വരെ വരുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടത് നമ്മുടെ ബിസിനസ് വളരാൻ വേണ്ടി നമ്മൾ എവിടെ വരെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. ബിക്കോസ് ദാറ്റ് ഈസ് എ വിന്നിങ് മൈൻഡ് സെറ്റ്. വിന്നിങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി എല്ലാ ദിവസവും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് അത് നിരന്തരമായിട്ട് ചെയ്തു പോവാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കും, ഒരു ശീലമാവുന്നത് വരെ. പിന്നെ അവരോട് ആരും പറയേണ്ട ആവശ്യമില്ല, ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരത് ശീലമായതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ ടീമിൽ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ശീലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ ടീമിലുണ്ട്. അതിന് ഒരു എന്താ പറയാ മാതൃകാപരമായിട്ട് അവരെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗ്രേറ്റ് ലീഡർ നോബൽ സാർ എൻ്റെ ടീമിലുണ്ട്. എവറി ഡേ സിംഗിൾ കണ്ടിന്യൂസ് എഫേർട്ട്ലെസ് ആക്ഷൻ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ. കണ്ടിന്യൂസ്. നമ്മുടെ ഗിരി സാറ് ചെന്നൈയിലേക്ക് ഇന്നും എല്ലാ ആഴ്ചകളിലും പോകുന്നുണ്ട്. വൈ? ബിക്കോസ് കണ്ടിന്യൂസ് ആക്ഷൻ. ഇന്ന് നമ്മളോട് എന്താ പറയാ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത രഘു സാറ് ഇന്ന് വേറൊരു സ്ഥലത്താണ്. വൈ? കണ്ടിന്യൂസ് ആക്ഷൻ. ആ വിന്നിങ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. വി നീഡ് ടു ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ്. ബിജു സാറ് ഓരോ വലിയ പ്രോഗ്രാം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങൾ നോക്കി നടത്തി ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെ. ടീമിന് അതിന്റെ കൂടെ പോകുന്നു, കടയിൽ അതിന്റെ കൂടെ പോകുന്നു, വലിയ ഈവന്റുകൾ മാനേജ് ചെയ്യുന്നു. വൈ? വേണമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞോളൂ, സാർ ഞാൻ ഓൾറെഡി കട മാനേജ് ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾറെഡി ടീം വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനിടയിൽ സമയം കിട്ടുന്നില്ല എന്ന് പറയാം. നെവർ. ഇന്നേ വരെ ഒരു ദിവസം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വിന്നിങ് മൈൻഡ് സെറ്റ്. ഞാൻ ഓർഗനൈസ് ചെയ്താൽ ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവും അറിവും എനിക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. അത് നാളെ എൻ്റെ ടീമിന് ഉപകാരപ്പെടും എന്നുള്ള ചിന്തയിലാണ് ബിസിനസ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വിന്നിങ് മൈൻഡ് സെറ്റ്. വി നീഡ് ടു ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ് ദിവാകരൻ സാറേ. വി നീഡ് ടു ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ് സജിനി മാഡം. ആ വിന്നിങ് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക. എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ് അല്ല. എക്സ്ക്യൂസ് പറയാൻ ആർക്കും പറ്റും, അതിന് നമ്മുടെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ RCM വന്നിട്ടും നമ്മൾ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് RCM എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ഇടയ്ക്ക് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. സോ റിമെമ്പർ, ഹാവ് എ വിന്നിങ് മൈൻഡ് സെറ്റ്. ബിക്കം എ ലൈഫ് ലോങ് ലേണർ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പരസ്യവാചകം ഉണ്ട് റേഡിയോ മാംഗോണ്ട്, കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ. അതുപോലെ RCM സംബന്ധിച്ച് വിജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, പഠിച്ചുകൊണ്ടിരിക്കുക. വാട്ട്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ഈസ് ദാറ്റ് ഇറ്റ് ടേക്സ് us 10 to 12 years of study at school and a further few years at university to be qualified in something. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ
10-12 കൊല്ലം നമ്മൾ സ്കൂൾ ജീവിതം കഴിഞ്ഞ് 3 കൊല്ലത്തെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ആ ജോലി കിട്ടുന്നത് അല്ലെ. ഒരു 15,000 രൂപയുടെ ജോലി കിട്ടാൻ വേണ്ടി അറ്റ് ദ മോസ്റ്റ് 15 കൊല്ലം നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിയാണല്ലോ. 15,000 രൂപയുടെ ജോലി കിട്ടാൻ 15 കൊല്ലം പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ 1 കോടി ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു 10 കൊല്ലം പഠിക്കുന്നതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? 15,000 രൂപയുടെ ജോലിക്ക് ഒരു തുടക്കക്കാരന് അത്രയൊക്കെ കിട്ടുള്ളൂ. 15,000 രൂപയുടെ ജോലിക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് 15 കൊല്ലം കൊടുക്കാൻ റെഡിയാണെങ്കിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ, പ്രതിമാസം 25 ലക്ഷം വാങ്ങാൻ നിങ്ങൾക്കൊരു 10 കൊല്ലം കൊടുത്തൂടെ? വേണ്ട, ഒരു 5 കൊല്ലമെങ്കിലും കൊടുത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. We need to accept that. And we accept that, yet when most people start a network business marketing, they seem to think they are going to be successful within a short time. ഇതേ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ വിജയിക്കും. നിർഭാഗ്യവശാൽ പല ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് ഇന്ന് വരെ നാളെ സമ്പന്നനാവുക, അത് ഈ ബിസിനസ്സിൽ നടക്കില്ല. 12 കൊല്ലം സ്കൂളിൽ പഠിച്ച് 3 കൊല്ലം കോളേജിൽ പഠിച്ച് വെറും 15,000-ന് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആവുന്ന ആ ക്ഷമ പോലും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നു, ക്ഷമ വേണം. ഇത്രയും വലിയ തുക കിട്ടല്ലേ, കുറച്ച് സമയം എടുക്കില്ലേ? പഠിക്കണ്ടേ? വീണ്ടും വീണ്ടും പഠിക്കണ്ടേ? ഓരോ ദിവസം കഴിയുമ്പോ എന്താ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരികയാണ്. ഇന്നലെ പുതിയ ഉൽപ്പന്നം വന്നു, മിനിഞ്ഞാന്ന് പുതിയ ഉൽപ്പന്നം വന്നു. ഓരോ ദിവസവും പുതിയ ഉൽപ്പന്നങ്ങൾ വരിക അല്ലെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദ നീഡ് ഓഫ് ദ അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്താണ്, നമ്മുടെ എന്താ പറയാ, സൺസ്ക്രീൻ അല്ലെ. സൺസ്ക്രീൻ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഓരോ ദിവസം എന്താണ് പുതിയ പ്രൊഡക്റ്റുകൾ വരികയാണ്. ഇതൊക്കെ ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. എവറി ഡേ ഈസ് എ കണ്ടിന്യൂസ് ജേർണി അല്ലെ. ഞാൻ പറയുന്നു, ഈ മാസം നിങ്ങളുടെ ബിസിനസ്സിനെ ഇതുപോലെ പുഷ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഡക്റ്റ് ഇല്ല. ഇതുപോലെ പുഷ് ചെയ്യാൻ പറ്റുന്ന, കാരണം എല്ലാവർക്കും വേണം സൺസ്ക്രീൻ. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനെ പറ്റിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് ഈ മാസത്തെ സീസൺ പ്രൊഡക്റ്റാ. ഈ മാസത്തെ സീസണൽ പ്രൊഡക്റ്റ് ആണ്. ഓരോ മാസം നമുക്ക് ഓരോ സീസൺ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ ഈ മാസത്തെ സീസണൽ പ്രൊഡക്റ്റ് ആണ് എന്താണ് RCMന്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാണ് എന്താ, അതിൽ SPF 50+ ആണ്. നോർമലി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സൺസ്ക്രീമുകളിൽ 30+ ഉണ്ട്, 15+ ഒക്കെ ഉണ്ട്. 15+ന് മേലെ എന്ത് വന്നാലും നല്ലത് തന്നെയാണ്. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ, അത് സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ ആണ്. സൂര്യൻ നിന്നുള്ള രശ്മികളെ നിങ്ങളുടെ ശരീരത്തിൽ ഏത് രീതിയിലാണ് അത് തടയാൻ മാനേജ് ചെയ്യുന്ന ആ ഘടകത്തിന്റെ പേരാണ് സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് SPF 50+ ആണ് നമ്മുടെ ഉള്ളത്. അതായത് ഏറ്റവും ഉയർന്ന തോതിലാണ് നിങ്ങളുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്, അതാണ് എന്താ, PA++. PA++ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് PA++ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളും നമ്മുടെ സൺസ്ക്രീമിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോ സൺസ്ക്രീം തേക്കേണ്ട ആവശ്യം? കാരണം പണ്ട് കാലത്തൊന്നും ആൾക്കാർ സൺസ്ക്രീൻ തേച്ചിട്ടല്ലല്ലോ പണിക്ക് പോയിരുന്നത്. തൊഴിലുറപ്പിനുള്ള ചേച്ചിമാരൊന്നും സൺസ്ക്രീൻ തേച്ചിട്ടല്ല പോയത്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓസോൺ പാളിയിൽ വിള്ളല് വീണ് തുടങ്ങി. അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളും 10 ഇരട്ടി ഇന്റൻസിറ്റിയിലാണ്, തീവ്രതയിലാണ് ഇന്ന് സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിയുന്നത്. അതിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. ഒരു പരിധിക്ക് അപ്പുറം, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഗുണത്തെക്കാളും കൂടുതൽ ദോഷം ചെയ്യും. കാരണം 2 തരത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. ഒന്ന് UVA ഉണ്ട്, ഒന്ന് UVB ഉണ്ട്. എന്താണ് UVA? UVA എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലെ കിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് പ്രായം കൂടുതലായിട്ട് തോന്നിപ്പിക്കും, ചുളിവുകൾ വരാൻ കാരണമാവും. അതിനാണ് UV ഏജിങ് എന്ന് പറയും. രണ്ടാമത്തതാണ് UVB. UVB എന്ന് വെച്ചാൽ ബേണിംഗ്, പൊള്ളലേക്കാൻ കാരണമാവുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ. അതിനാണ് ബേണിംഗ് എന്ന് പറയുക. അത് ക്യാൻസറിന് വരെ എന്തായിട്ട് മാറും, കാരണമായിട്ട് മാറും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ SPF അടങ്ങിയിരിക്കുന്നത് എല്ലാം നിങ്ങൾ പഠിക്കുന്നു വേണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഈ കാര്യം നിങ്ങൾ എന്തായാലും പറഞ്ഞേ പറ്റൂ. SPF എന്ത് വേണം, 50+ അതിൽ അടങ്ങിയിട്ടുണ്ട്. PA++ അതിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്, അതിൽ വൈറ്റമിൻ C ധാരാളമായിട്ടുണ്ട്. അത് പ്രതിരോധം തരാനുള്ള വൈറ്റമിൻ C അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെന്തുണ്ട്, അലോവേര ഉണ്ട്. ഇത് പഠിച്ചാൽ മതി. ബാക്കി അനോട്ടിനും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇന്നൊരാൾ സൺസ്ക്രീൻ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ എന്ത് വേണം, നമ്മൾ
കാണിക്കണം. കാരണം അതൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ. ഇന്ത്യൻ ട്രോപ്പിക്കൽ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ശരീരം തന്നെ UV റേസ് എന്നൊരു പ്രതിരോധമായിട്ട് മെലാനിൻ എന്ന് പറഞ്ഞുള്ള കണ്ടന്റ്, പിഗ്മെന്റേഷൻ, അത് നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ 10 മിനിറ്റിനപ്പുറം ഈ മെലാനിന് പോലും ഇന്നത്തെ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാളേക്കാളും കൂടുതൽ വെയിൽ കൊള്ളാൻ ക്ഷമതയുള്ള, അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ ത്രാണിയുള്ള ഒരു വ്യക്തികളാണ് ഇന്ത്യക്കാര്. പക്ഷെ നമുക്ക് പോലും 10 മിനിറ്റിനപ്പുറം നമ്മുടെ ശരീരത്തിലുള്ള മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റേഷന് ഈ UV റേസിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റൂ. എന്ന് വെച്ച് സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ബാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നട്ടപ്പറ വെയിലത്ത് ഇത് തേച്ച് അങ്ങനെ വടി പോലെ നിൽക്കരുത്. നിങ്ങൾ തണലുള്ള സമയത്ത് തണലിൽ തന്നെ നിൽക്കണം. ഇത് ഞാൻ തേച്ചിട്ടുണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചാൽ നിങ്ങൾ മയ്യത്താവും. ഹെൽമെറ്റ് ഇട്ടുണ്ടെന്ന് വെച്ചിട്ട് എന്തും കാണിക്കുക എന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? കാറിന്റെ ഉള്ളിലാന്ന് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അല്ലെ? ഇതെന്തിനാണ്? ബേസിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം? കുറച്ച് ഈ വിരൽത്തുമ്പിൽ ഫിംഗർ ടിപ്പ് യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് വേണം, നമ്മളൊന്ന് നമ്മുടെ ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സൺസ്ക്രീം ഒക്കെ ആൾക്കാർ കയ്യിലേക്ക് അങ്ങോട്ട് ഒറ്റ പീച്ചിട്ട് ഇങ്ങനെ 2 തട്ട് തട്ടിയിട്ട് മൊത്തം അങ്ങോട്ട് നോ, ഈ ഫിംഗർ ടിപ്പിൽ എടുക്കുക. അതിനാണ് ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയാം. ഇത്രയും യൂണിറ്റിൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ഇവിടെ 4 സ്ഥലത്ത് ഇങ്ങനെ പരട്ടിയിട്ട് ഇതിങ്ങനെ നോക്കൂ, ഇങ്ങനെ തലോട് 6 മണിക്കൂർ വരെ അത് ഈട് നിൽക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഏറ്റവും കൂടുതലുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഇത് ഒലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേക്കാളും 15 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങൾ എന്ത് വേണം, ഈ സൺസ്ക്രീം തേച്ച് മുഖം സെറ്റ് ചെയ്യണം. അത് പൂർണ്ണമായിട്ട് സെറ്റായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒലിക്കും, ഒരു സംശയമില്ല. കാരണം എന്താ, സെറ്റ് ആവാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സെറ്റിംഗ് പ്രൂഫ് ആണത്. പക്ഷെ നമ്മൾ എന്ത് വേണം, 15 മിനിറ്റ് മുന്നേ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സൺസ്ക്രീമുകൾ 3 മണിക്കൂർ, ഓരോ 3 മണിക്കൂർ കൂടുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ 6 മണിക്കൂർ വരെ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വെള്ളത്തിലൊക്കെ മുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് വേണം, അത് റീഅപ്ലൈ ചെയ്യണം. രാവിലെ ഒരു വട്ടം തേച്ചു എന്നുള്ളതല്ല നമുക്കുള്ള പ്രൊട്ടക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ ഒരു വട്ടം തേച്ചു പിന്നെ ഇന്ന് മൊത്തം തേക്കേണ്ട എന്നുള്ളതല്ല. ഹീറ്റ് ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് റീഅപ്ലൈയും കൂടി ചെയ്യാൻ സാധിക്കണം. സോ സൺസ്ക്രീൻ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് രീതി അനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിന്റെ MRP എന്ന് പറയുന്നത് 259 രൂപയാണ് MRP വരുന്നത്. DP എന്ന് വെച്ച് കഴിഞ്ഞാൽ 159 രൂപ. ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപയാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, പ്രോഫിറ്റ് വരുന്നത്. PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 PV ഒറ്റ പ്രൊഡക്റ്റിനുണ്ട്. ഒരു ദിവസം 5 പേരിലേക്ക് നിങ്ങൾ സൺസ്ക്രീൻ എത്തിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തേക്കൊക്കെ എത്തിക്കാം, കോളേജ് വിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികളുടെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാം. എന്നും രാവിലെ ബൈക്കിലോ അല്ലെങ്കിൽ സ്കൂട്ടിയിലോ പോകുന്ന ജീവനക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിക്കാം. ഓഫീസുകളിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാം. എവിടെ വേണമെങ്കിലും എത്തിക്കാം. പോസിബിലിറ്റി ഇമ്മൻസ് ആണ്, ഇമ്മൻസ് പോസിബിലിറ്റി. സൊമാറ്റോ, സ്വിഗ്ഗി ഇതൊക്കെ എല്ലാ ദിവസം പോകുന്ന ചെറുപ്പക്കാരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരിലേക്ക് കൊടുക്കാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ 5 എണ്ണം വെച്ച് വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങളുടെ കയ്യിലേക്ക് 15,000 രൂപ ക്യാഷ് ആയിട്ട് മാത്രം കിട്ടും. അത് കൂടാതെ 95 ആണ് അതിന്റെ PV വരുന്നത്. 95 × 5 475 PV 30 ദിവസമായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 14,250 PV ജനറേറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി എന്താവും, ഉഡാൻ 2,500 നിങ്ങൾ സെൽഫിലായി. നിങ്ങൾക്ക് 12 ദിവസത്തെ ഉഡാന്റെ ബെനിഫിറ്റുകളും കാര്യങ്ങളും കിട്ടും. അതിന്റെ 4.5% 641 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് വരും, വരുമാനമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ കൂടെ എന്താണ്, നിങ്ങൾ ഓൾറെഡി എന്താ പറയാ 14,250 PV ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇമാജിൻ എ സിംഗിൾ പ്രൊഡക്റ്റ്, എ സിംഗിൾ RCM പ്രൊഡക്റ്റ്. ഇത് വെച്ച് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ സാധിക്കും. ഇത് സീസണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് വേണം, നമ്മുടെ കയ്യിൽ ഓരോ മാസത്തെയും ഒരു ഐഡിയ വേണം. ഏത് മാസം ഏത് പ്രൊഡക്റ്റ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് മാസം ഏത് ഓഫറാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് മാസം ഏത് പിൻ ലെവലാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും എന്ത് വേണം, ഒരു പ്ലാനിങ് ഷെഡ്യൂൾ നമ്മുടെ കയ്യിൽ വേണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും നമ്മൾ എന്ത് വേണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, ലേണിംഗ് ആയിരിക്കണം, പഠിക്കണം, വീണ്ടും 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 പഠിക്കണം. ഇന്നലെ ഇപ്പൊ പുത്തൂര് നമ്മുടെ ഒരു അസോസിയേറ്റ് ബയറുണ്ട്, ശൈലജ മാഡത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സൂപ്പർ, അടിപൊളി മനോഹരമായിട്ടുള്ള ക്ലാസ്.
അതിൽ ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത ഒരുപാട് പോയിന്റുകൾ അവർ പറഞ്ഞു. കാരണം ഇൽനെസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പോ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ ഇൽനെസ്? ഫാർമാസ്യൂട്ടിക്കൽസ് അല്ലെ, മരുന്ന് അസുഖം മാറ്റാൻ വേണ്ടി തരുന്നു, പ്രതിരോധമായിട്ട് ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഇന്നത്തെ മെഡിക്കൽ സംവിധാനമാണ് പറയുന്നത് പ്രതിരോധമായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അസുഖങ്ങൾ കൂട്ടാനും വരുന്ന അസുഖങ്ങളെ ചികിത്സ എന്നുള്ള പേരിൽ വീണ്ടും അടുത്ത അസുഖമാക്കി മാറ്റാനുമുള്ള ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ആലോചിച്ച് നോക്കൂ. ഒരു ഹൃദയത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഭാഗവും അറിഞ്ഞോ അറിയാതെ ഇതിനൊരു കാരണമാണ്. അപ്പൊ എങ്ങനെയാണ് ഓരോ ഓർഗൻസും തനിച്ച് ചികിത്സിക്കാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല അല്ലെ? നമ്മുടെ ബോഡി ഒന്നേ ഉള്ളൂ. ഹാർട്ട് വേറൊരു സ്ഥലത്തും നമ്മുടെ ലിവർ വേറൊരു സ്ഥലത്തും അല്ല, എല്ലാം ഈ ബോഡിയുടെ ഉള്ളിലാണ്. പിന്നെ എങ്ങനെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റുകൾ ഫങ്ഷൻ ചെയ്യുന്നത്? ഇന്ന് നമുക്കറിയാം ഓരോ മുക്കിലും മൂലയിലും ലാബുകൾ വരുന്നുണ്ട്. ഇത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണോ? അല്ല, പേടിപ്പെടുത്തുന്നതിന്റെ ലക്ഷണമാണ് അല്ലെ? എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പറയും നിങ്ങൾ അതും ഇതൊക്കെ ചെക്ക് ചെയ്യൂ എന്ന് പറയും. അത് ചെക്ക് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ വരും. നിങ്ങൾ BP ചെക്ക് ചെയ്യുന്നു പറയാൻ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് എന്താവും? BP കൂടും. ഇനി വല്ല പ്രശ്നം ഉണ്ടാവും, ഇനി വല്ല പ്രശ്നം ഉണ്ടാവും, ഇനി പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ലാബുകളുടെ എണ്ണം കൂടി. എല്ലാത്തിനും ഉപരി സർജറികൾ അല്ലെ? അറിഞ്ഞോ അറിയാതെയോ, ആവശ്യമുണ്ടായിട്ടോ ആവശ്യമില്ലാതെയോ സർജറികളുടെ ഒരു വലിയ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ അറിവുകളാണ്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം. പക്ഷെ ഒരു വ്യക്തി പറയുമ്പോൾ, അതിനെ ക്രോഡീകരിച്ച് പറയുമ്പോൾ, അതിനെ കുറച്ചും കൂടി പോളിഷ് ചെയ്ത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക. അപ്പൊ ഓരോ ദിവസവും എന്താണ്? ഒരു പഠനമാണ്. ആ പഠനം നമ്മൾ എടുക്കാൻ റെഡി ആവണം. എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാള് ഇന്റലിജന്റ് ആണ്, ഒരു സംശയമില്ല, ഇന്റലിജന്റ് ആയിരിക്കും. എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇന്റലിജന്റ് ആയിരിക്കും. പക്ഷെ ആരാണോ അതിനെ അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്തിട്ടും ഇനിയൊന്നും ആയിട്ടില്ല, ഇനിയും പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും വിസിഡമുള്ള ആള്, വയസ്സായിട്ടുള്ള ആള്. നമ്മളാവേണ്ടത് വയസ്സാണ്, വിസിഡമുള്ള ആൾക്കാരായിട്ട് മാറണം. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിട്ട് കാര്യമില്ല. ഇന്റലിജന്റ് ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് വേണം? നമ്മൾ വിസിഡമുള്ള ആൾക്കാരായിട്ട് മാറണം. സോ RCM ഈസ് എ കണ്ടിന്യൂസ് എഫക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ്. അതിനെ പഠിക്കുക, ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഈ അടുത്ത് നമ്മുടെ സ്റ്റാർ നൈറ്റിന് മുന്നോടിയായിട്ട് ഗോപകുമാർ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. 4 പോയിന്റ് അദ്ദേഹം ലാസ്റ്റ് 10 മിനിറ്റിൽ പറഞ്ഞുള്ളൂ. പക്ഷെ ആ പോയിന്റുകള് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഓരോ അറിവുകളും നമുക്ക് കിട്ടുന്നത് നമ്മൾ പാഴാക്കരുത്, അതിനെ അപ്ലിക്കേഷൻ ആക്കിയിട്ട് മാറ്റണം. കീപ് ലേണിംഗ് ഡൂയിങ്, കീപ് ലേൺ ആൻഡ് ഡു, കീപ് ലേണിംഗ് ആൻഡ് ഡൂയിങ് ലേണിംഗ്. ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോകണം. അപ്പൊ നല്ലൊരു പഠിക്കുന്ന ഒരു കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. കുട്ടികൾ നിങ്ങളോട് വന്ന് ചോദിക്കണം, അല്ല അമ്മേ, അല്ല അച്ഛ, എന്തപ്പോ ഇങ്ങനെ ഇരുന്ന് പഠിക്കണേ? നമ്മൾ പഠിക്കണം കാണുമ്പോൾ അവർക്കെങ്കിലും 4 അക്ഷരം പഠിക്കാൻ തോന്നും. കാരണം എന്താ? നമ്മുടെ മേഖലയിൽ വിജയിക്കണമെങ്കിൽ, എന്റെ മേഖലയിൽ വിജയിക്കണമെങ്കിൽ മോനെ ഞാൻ പഠിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മൾ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവും അവരുടെ മേഖലയിൽ വിജയിക്കണമെങ്കിൽ അവരും പഠിക്കണം എന്നുള്ളത്. നമ്മൾ ഇന്നേ വരെ പഠിക്കണം നമ്മുടെ മക്കള് കണ്ടിട്ടുണ്ടാ? ഇല്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? ഇല്ല. എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഞാനിവിടെ രാത്രി വന്ന് കുത്തിയിരുന്ന് പഠിക്കുന്നത് എന്റെ മോൾ എന്തായാലും കാണും, അവളുടെ അച്ചാച്ചൻ പഠിക്കുന്നത് മോൾ എന്തായാലും കാണും. അത്രേ ഉള്ളൂ. പഠിക്കുക, ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. എവിടെയാണോ സമയം കിട്ടുന്നത്, വെനെവർ ദ ടൈം പെർമിറ്റ്സ് അല്ലെ, പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാണോ, നേഹ മാഡത്തിന്റെ കീസോളിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഉണ്ട്, ഒന്ന് കേൾക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് കയറില്ലേ തലയിൽ? സുരേഷ് സാറിന്റെ ക്ലാസ് ഉണ്ട്, കേൾക്കുക. എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് കേൾക്കുക. നിങ്ങൾ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്നില്ലേ, നിങ്ങൾ ഫോൺ അവിടെ വെച്ചോളൂ, വെച്ചിട്ട് എന്താ പറയുക, വോയിസ് മാത്രം കേട്ടാൽ മതി, നോ പ്രോബ്ലം. എവിടെ നിന്നാണോ ഫ്രീ പ്രൊഡക്റ്റീവ് അവേഴ്സ് കിട്ടുന്നത് അതിനെ നഷ്ടപ്പെടാതെ യൂസ് ചെയ്യുക. യൂസ് ടു മേക്ക് യുവർ ബിസിനസ് ബൂം. ബി പ്രൊഡക്റ്റീവ് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനി നമ്മളൊരു തീരുമാനം എടുക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്? പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളത്. നോക്കൂ, ഏതൊരു കാര്യവും നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ അതിൽ മാസ്റ്ററായിട്ട് മാറും. ഇപ്പോ ഇവിടെ 247 പേരുണ്ട്. എനിക്ക് ഒരു കാര്യം 100% ആയിട്ട് പറയാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാസ്റ്ററാണ് അല്ലേ? ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഉച്ചയ്ക്ക് രാവിലെ എന്നിട്ട് ഒരു ചായ കുടിക്കുക, ആരെങ്കിലും പറയണ്ട? നമ്മൾ മാസ്റ്ററായി. എങ്ങനെ മാസ്റ്ററായി? നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ മാസ്റ്ററായി. ഇപ്പൊ നമ്മളോട് ആരും അത് പറയേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? വണ്ടി ഓടിക്കുന്ന ആൾക്കാര് തുടക്കത്തിലൊക്കെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിന്ന് പോകും. ആക്സിലേറ്ററിന് പകരം ബ്രേക്കൊക്കെ അടിക്കും, ബ്രേക്കിന് പകരം നമ്മൾ ക്ലച്ചൊക്കെ അടിക്കും, അതൊക്കെ നടക്കും. പക്ഷെ വൺസ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് എത്തും.
സബ് കോൺഷ്യസ് ലെവലിലുള്ള ഡ്രൈവിംഗ് ആയിട്ട് മാറും. കാരണം എന്താ, അതിന്റെ പിന്നിൽ 10,000 മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു കാര്യവും 10,000 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾ അതിൽ മാസ്റ്റർ ആയിട്ട് മാറും. ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്തില് ഇത് പരീക്ഷിച്ച് വിജയിച്ച ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ഏതൊരു കാര്യവും 10,000 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾ അതിൽ മാസ്റ്റർ ആയിട്ട് മാറും. ഒരു സംശയമില്ല, യു വിൽ ബി ദ അൾട്ടിമേറ്റ് മാസ്റ്റർ ഓഫ് ഇറ്റ്. സോ എന്ത് ചെയ്യുക, മാസ്റ്റർ ആവുക, മാസ്റ്റർ ഓഫ് ലേണിംഗ്, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാസ്റ്റർ ഓഫ് ടീം ബിൽഡിംഗ്, എല്ലാത്തിലും മാസ്റ്റർ ആവുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ കാര്യത്തെ നിരന്തരമായിട്ട് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് 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 പ്രാക്ടീസ്, കണ്ടിന്യൂസ് പ്രാക്ടീസ്. പക്ഷെ എല്ലാ അറിവും നേടിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം അത് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാ അറിവും നേടി ഇനി നാളെ ഞാൻ സ്റ്റേജിൽ കയറി കത്തിക്കുന്ന വിചാരിക്കുന്ന ആ രാത്രി ആയിരിക്കും മേലുള്ള ആള് തീരുമാനിക്കുക ഇവന്റെ കത്തിക്കൽ ഇന്ന് തീർക്കാന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഡോണ്ട് വെയിറ്റ് ഫോർ ടുമാറോ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇന്ന് തന്നെ ചെയ്യാം. ഡോണ്ട് പോസ്റ്റ്പോൺ ഇറ്റ്. അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. പ്രാക്ടീസ്. ഇപ്പൊ പഠിക്കുക, ഇപ്പൊ ചെയ്യാം. ഇപ്പൊ പഠിക്കുക, ഇപ്പൊ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന 247 പേരോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ബിസിനസ് എൻ്റെ കയ്യിലോ രാജൻ സാറിന്റെ കയ്യിലോ വിനു സാറിന്റെ കയ്യിലോ ഗിരീഷ് സാറിന്റെ കയ്യിലോ സജീവ് സാറിന്റെ കയ്യിലോ ബിജു സാറിന്റെ കയ്യിലോ അല്ലെങ്കിൽ അനിരുദ്ധൻ സാറിന്റെ കയ്യിലോ സുരേന്ദ്രൻ സാറിന്റെ കയ്യിലോ MK ബാബു സാറിന്റെ കയ്യിലോ മൂർത്തി സാറിന്റെ കയ്യിലോ റൂബി ഗോകുമാർ സാറിന്റെ കയ്യിലോ അല്ല. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കയ്യിലാണ്. അതിനെ വളർത്താനും നിങ്ങൾക്കേ പറ്റൂ, അതിനെ തളർത്താനും നിങ്ങൾക്കേ പറ്റൂ. അതിൽ നിന്ന് അസാധാരണ തലത്തിലുള്ള ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടെത്തിക്കാനും നിങ്ങൾക്കേ പറ്റൂ. കാരണം എല്ലാം ഞാനാവുന്നു. അഹം ബ്രഹ്മാസ്മി. എല്ലാം നിങ്ങളിലുണ്ട്, നിങ്ങളിലില്ലാത്തത് വേറെ എവിടെയുമില്ല. അതുകൊണ്ട് നിങ്ങളിലുള്ള കാര്യത്തെ കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കുക, അതിനെ വളർത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു.